ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതിർഗമാ ചാനലിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 നവംബർ മാസഫലം മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഈ നവംബർ മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ്. സൂര്യൻ നവംബർ 16 7 നിന്നും അഷ്ടമത്തിലേക്ക് രാശി മാറുന്നു. ബുധൻ അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നു. 23 വക്രത്തിൽ ആ ബുധൻ 7 രാശി മാറുന്നു. ഗുരു 4 ഉച്ചസ്ഥിതനാണ്. 11 മുതൽ ആ ഗുരു വക്രസ്ഥിതനാകുന്നു. ശുക്രൻ നവംബർ 2 7 ഭാവരാശിയിൽ വരുന്നു. 26 ആ ശുക്രൻ അഷ്ടമത്തിലേക്ക് മാറുന്നു. ശനി 12 വക്രത്തിൽ സഞ്ചരിക്കുന്നു. 28 ആ ശനി നേർസഞ്ചാരത്തിൽ വരുന്നു. രാഹു 11 കേതു 5 സ്ഥിതി തുടരുന്നു. അപ്പം നവംബർ മാസത്തിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഗുരു ഉച്ചസ്ഥിതനാണ്. എങ്കിലും 11 മുതൽ ആ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ 7 ഭാവരാശിയിൽ മൂലത്രികോണ രാശിയിൽ ബലവാനാണ്. കുജൻ അഷ്ടമ ഭാവാധിപനായിട്ട് അഷ്ടമ രാശിയിൽ നിൽക്കുന്ന സമയമാണ്. ബുധന് നവംബർ 10 മുതൽ വക്രസ്ഥിതി വരുന്നു. അതുപോലെ ശനി 28 നേർസഞ്ചാരത്തിൽ വരുന്നു. അപ്പോൾ പൊതുവെ 3 ഗ്രഹങ്ങൾക്ക് വക്രസ്ഥിതി വരുന്നുണ്ട്. അതായത് ഗുരു, ശനി, അതുപോലെ ബുധൻ. ഇതാണ് നവംബർ മാസത്തിലെ ഗ്രഹസ്ഥിതികളുടെ പ്രത്യേകത. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗ്രഹസ്ഥിതി വെച്ച് ഈ മേടക്കുറുകാരുടെയും മേടലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള ചൊവ്വയാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. എങ്കിലും ആ ചൊവ്വ അഷ്ടമ ഭാവാധിപനായിട്ട് അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. അത് വിപരീത രാജയോഗമാണ് എന്ന് പറയുമ്പോൾ മാത്രമല്ല, 6 ഭാവാധിപനായിട്ടുള്ള ബുധനും അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതും വിപരീത രാജയോഗമാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ ഗുരുദൃഷ്ടിയൊക്കെ ജന്മലഗ്ന രാശ്യാധിപനായിട്ടുള്ള കുജനുണ്ട്. അപ്പോൾ പൊതുവെ നമ്മൾ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധിക്കണം. 5 ഭാവാധിപനായിട്ടുള്ള സൂര്യൻ, ആ സൂര്യൻ അവസാനത്തെ പകുതിയൊക്കെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് അവിടെ നമ്മൾ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെയൊക്കെ നമുക്ക് അവർക്ക് റിക്കവറി, ആശ്വാസമൊക്കെ ഉണ്ടാക്കാൻ കഴിയും. കാരണം അഷ്ടമ ഭാവാധിപൻ അഷ്ടമത്തിൽ വിപരീത രാജയോഗാവസ്ഥയിലാണ്. അതുപോലെ 6 ഭാവാധിപനായിട്ടുള്ള ബുധനും വിപരീത രാജയോഗാവസ്ഥയിലാണ്. അതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അതിൽ നിന്ന് ആശ്വാസം കിട്ടുന്ന സമയമാണ്. എങ്കിലും ചിലർക്ക് പ്രത്യേകിച്ച് ചില മൈനറായിട്ടുള്ള ഇഷ്യൂസ്, ഇൻഫെക്ഷന് സാധ്യതയുണ്ട്. ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിന് സാധ്യതയുണ്ട്. ചിലർക്ക് ബ്ലാഡർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വരാം. പക്ഷേ ആ ഇഷ്യൂസ് വന്നാലും അവർക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ അവയ്ക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയും. കഴിവതും ഈ സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കണം. അതുപോലെ ദൂരയാത്രകളിലുമൊക്കെ ഒരു കെയർ വേണം. അതുപോലെ അപകടം ഉണ്ടാകാവുന്ന റിസ്ക്കുള്ള വർക്ക് ചെയ്യുന്നവരൊക്കെ ആ വർക്കിൽ ഒരു കെയർ ആവശ്യമായിട്ടുള്ള സമയമാണ്. ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി എങ്ങനെയെന്ന് നോക്കാം. തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ 10 ഭാവാധിപൻ ശനിയാണ്. ആ ശനി 12 വക്രത്തിൽ സഞ്ചരിക്കുകയാണ്. അതുപോലെ ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു സുഖസ്ഥാനത്ത് ഉച്ചസ്ഥിതനാണ്. 11 മുതൽ ആ ഗുരു വക്രസ്ഥിതനാകുന്നുണ്ട്. അപ്പോൾ കർമ്മസ്ഥാനത്തൊക്കെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ള സമയമാണ്. അപ്പോൾ കർമ്മഭാവാധിപനും കർമ്മകാരകനുമായിട്ടുള്ള ശനിയെ ആ ഗുരു ഭാഗ്യഭാവാധിപനായിട്ടുള്ള ഗുരു ദൃഷ്ടി ചെയ്യുന്നു. അപ്പം പൊതുവെ നമ്മൾ കർമ്മഭാവാധിപൻ വക്രത്തിലാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ വർക്കിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. ഏറ്റെടുത്ത വർക്കൊക്കെ കൃത്യസമയത്ത് ചെയ്യുന്നതിലൊക്കെ ഒരു ഡിലേ ഒക്കെ വരാം. അത് ഒരു 28 ആകുമ്പം ആ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അവിടെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഉത്തരവാദിത്വം
വർക്കിലൊക്കെ കൂടേണ്ടുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ തൊഴിലിടത്തൊക്കെ ചെറിയ ചലഞ്ചസ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വന്നാലും നമ്മൾ കഴിവതും നമുക്ക് ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുക. 6ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ സേവന സ്ഥാനാധിപനാണ്, അഷ്ടമത്തിൽ നിൽക്കുന്നു, വിപരീത രാജയോഗാവസ്ഥയിലാണ്. അപ്പോൾ അത് തൊഴിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ കൊണ്ടുവന്നേക്കാം. അതുപോലെ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ തൊഴിലിടത്ത് ഉണ്ടെങ്കിൽ തന്നെ ആ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യുന്നതിനും ഈ 6ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് ഗുണം ചെയ്യും. അതുപോലെ 12 ശനി വക്രത്തിൽ ആണ്, അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട്. ഇപ്പോൾ തൊഴിലിടത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അത് പരിഹരിക്കാനൊക്കെ കഴിയും. മേലുദ്യോഗസ്ഥരുടെയൊക്കെ സഹകരണം നമുക്ക് പ്രത്യേകിച്ച് തൊഴിലിടത്തൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ തൊഴിലിലൊക്കെ ഉയർച്ചയ്ക്കൊക്കെ സഹായകമായിട്ടുള്ള ഒരു സ്ഥിതിയൊക്കെ മേലുദ്യോഗസ്ഥരിൽ നിന്നൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട്. 9ഉം 10ഉം ഭാവാധിപന്മാരായിട്ടുള്ള ഗുരു അതുപോലെ ശനി, ഈ 2 ഗ്രഹങ്ങളും ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഉയർന്ന തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിൽ ഭാഗ്യത്തിനൊക്കെ പ്രത്യേകിച്ച് ആദ്യ പകുതി സാധ്യത കൂടുതലാണ്. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ഗുരുവിനൊരു വക്രസ്ഥിതിയൊക്കെ വരുന്നുണ്ട്. അപ്പം തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അവർക്ക് അനുകൂല സ്ഥിതിയാണ് കാണുന്നത്. വിദേശത്തൊക്കെ ഈ കമ്പനികളുടെയൊക്കെ വർക്കൊക്കെ വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തികമായിട്ട് ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. വിദേശ യാത്രകൾക്കുള്ള തടസ്സങ്ങളൊക്കെ ക്രമേണ മാറുന്ന സമയമായിട്ട് കാണുന്നു. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം 7ാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ 7ൽ തന്നെ സ്വക്ഷേത്ര ബലവാനായിട്ട് നവംബർ 2 വരികയാണ്. അപ്പോൾ അത് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ ധനനേട്ടം ഉണ്ടാകുന്നതിന് സഹായകമാണ്. നമുക്ക് ദൈനംദിന വരുമാനമൊക്കെ കൂടും, ലാഭവർദ്ധനവിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിലാണ് ആദ്യ പകുതി. അത് 10 ആവുമ്പം തന്നെ ആ ബുധൻ വക്രത്തിലൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവസാനത്തെ വാരമൊക്കെ ആവുമ്പോൾ ബിസിനസ്സിൽ നമുക്ക് അല്പം ഒരു കെയർ വേണം. കാരണം ഈ ബുധനെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ബിസിനസ്സിൻ്റെ കാരകനും കൂടിയാണ്. അപ്പോൾ നമുക്ക് ഒരു സ്ഥായിയായിട്ടുള്ള പരിശ്രമം, സമഗ്രമായിട്ടുള്ള ആസൂത്രണമൊക്കെ നടത്തി പോകുന്നവർക്ക് ബിസിനസ്സിൽ ഈ ബുധൻ്റെ വക്രസ്ഥിതി കൊണ്ടുണ്ടാകാവുന്ന ദോഷം പരിഹരിക്കാവുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ വിദേശത്തെ വിപണനമൊക്കെ സ്മൂത്താകും. സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ പ്രതീക്ഷിക്കുന്ന നേട്ടം നമുക്ക് ഈ സമയത്ത് ഉണ്ടാകണമെന്നില്ല. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകനാണ് ബുധൻ. ആ ബുധൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ 10 മുതൽ ആ ബുധൻ വക്രസ്ഥിതി വരുന്നുണ്ട്. മാത്രമല്ല 5ാം ഭാവാധിപനായിട്ടുള്ള സൂര്യനും നവംബർ 16 മുതൽ അഷ്ടമത്തിലേക്ക് വരികയാണ്. അപ്പോൾ ആദ്യ പകുതി വലിയ പ്രയാസങ്ങളൊന്നുമില്ല പഠനത്തിൽ. അതേസമയം അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ നമ്മൾ പഠനത്തിൽ വളരെ കെയർ വേണം, ശ്രദ്ധ കൂട്ടണം. വിഷയത്തിലൊക്കെ നമുക്ക് നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഒരു ആലസ്യമൊക്കെ പഠനത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഈ റിസർച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വർക്കിലൊക്കെ ചിലപ്പോൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ കാരണം അഷ്ടമത്തിൽ നിൽക്കുന്ന ബുധനൊക്കെ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് 10 മുതൽ. അതുകൊണ്ട് നമ്മൾ അവിടെ ഒരു കെയർ വേണം. അതുപോലെ ഉന്നത പഠനം, വിദേശത്തേക്ക് ആഗ്രഹിക്കുന്നവർക്ക് വലിയ പ്രശ്നങ്ങളില്ല. അതേസമയം നമ്മൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഈ ആക്ടിവിറ്റീസ് അവരുടെ പഠനത്തെ ബാധിക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ അവരുടെ ഭാഗത്ത് ഉണ്ടാകണം. ഇനി ധനസ്ഥിതി ഇങ്ങനെ നോക്കാം. ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 11ാം ഭാവാധിപനായിട്ടുള്ള ശനി, ആ ശനി വ്യയസ്ഥാനത്ത് ആണെങ്കിലും വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് 27 വരെ. അതൊക്കെ ധനവ്യയം കുറയ്ക്കുന്നതിന് സഹായകമാകും. 11ൽ രാഹു ഉണ്ട്. ധനഭാവാധിപനായിട്ടുള്ള ശുക്രൻ, ആ ശുക്രൻ 7ലാണ്, മൂലത്രികോണ രാശിയിലാണ്. അപ്പോൾ അതൊക്കെ ധനാഗമം കൂടുന്നതിന് സഹായകമാണ്. ചിലർക്ക് ജീവിത പങ്കാളി വഴിയൊക്കെ ധനാഗമത്തിന് സാധ്യത കാണുന്നുണ്ട്. ബിസിനസ് വഴിയും പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴിയൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. അതുപോലെ ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സോഴ്സിൽ നിന്ന് ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ഇൻഹെറിറ്റൻസ് വഴിയോ ചില നേട്ടങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം.
അതുപോലെ ഈ നിഗൂഢ ശാസ്ത്രങ്ങളൊക്കെ അഭ്യസിക്കുന്നവർക്കും സാമ്പത്തിക നേട്ടത്തിന് സാധ്യത കാണുന്നുണ്ട്. അതേസമയം ഗുരു 12 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് 12-ാം ഭാവാധിപനാണ് 12 ദൃഷ്ടി ചെയ്യുന്നത്, ധനകാരകനും കൂടിയാണ്. ആ ഗുരു നവംബർ 11 മുതൽ വക്രത്തിൽ വരുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ നമുക്ക് ധനച്ചെലവ് കൂടുന്നതിന്, പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ധനച്ചെലവ് കൂടുന്നതിന് സാധ്യതയുണ്ട്. അതേസമയം ഭാവിയിലൊക്കെ ഈ ഗുണം കിട്ടുന്ന കാര്യങ്ങൾക്കായിട്ടൊക്കെ അല്ലെങ്കിൽ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ധനം ചെലവ് ചെയ്യേണ്ട ഒരു സ്ഥിതിയും കൂടെ കാണുന്നുണ്ട്. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെയെന്ന് നോക്കാം. ഇപ്പോൾ വിവാഹം നമ്മൾ ആലോചിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നവംബർ 2 ആകുമ്പോൾ ശുക്രൻ 7-ാം ഭാവാധിപനാണ്, 7ലേക്ക് വരികയാണ്. അപ്പോൾ അത് പ്രപ്പോസലൊക്കെ വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ആദ്യ പകുതിയേക്കാൾ അവസാനത്തെ പകുതിക്കായിരിക്കും കൂടുതൽ അനുകൂല സമയമെന്ന് പറയണം. കാരണം ആദ്യ പകുതിയൊക്കെ സൂര്യൻ്റെയൊക്കെ സ്ഥിതി ആ 7-ലുണ്ട്. അപ്പോൾ കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നില്ല. കാരണം 5-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ പകുതി നീചരാശിയിലും അവസാനത്തെ പകുതി അഷ്ടമത്തിലേക്കും പോവുകയാണ്. അപ്പോൾ പൊതുവെ നമുക്ക് ഈ ഒരു പ്രണയബന്ധത്തിൽ ഒരു പ്രണയബന്ധം സ്മൂത്ത് ആകണമെന്നില്ല. അതുപോലെ തന്നെ 5-ാം ഭാവാധിപന് ക്രമേണ ഒരു പ്രത്യേകിച്ച് 7-ൽ വരുന്നു എങ്കിൽ തന്നെയും 7-ൽ നീചസ്ഥിതനാണെങ്കിലും 7-ൽ നിൽക്കുന്ന ശുക്രൻ അവിടെ ഉള്ളത് കൊണ്ട് ആ സൂര്യന് നീചഭംഗമൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ ആ കാര്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ പ്രണയ പങ്കാളിക്ക് ഇപ്പോൾ അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. കാരണം 5-ാം ഭാവാധിപൻ അഷ്ടമത്തിലേക്ക് രാശി മാറുകയാണ്. പൊതുവെ 5-ല് കേതുവൊക്കെ ഉള്ള സമയമാണ്. അപ്പോൾ കമിതാക്കൊക്കെ ഒരു തൃപ്തിക്കുറവ്, നമുക്ക് ഒരു സംതൃപ്തിക്കുറവ് ഉണ്ട് എന്ന് തന്നെ പറയാം. ഇനി ദാമ്പത്യ ബന്ധത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ആദ്യ പകുതി സൂര്യനും കൂടെ ആ 7-ാം ഭാവരാശി നിൽക്കുകയാണ്. ഇപ്പോൾ രവി ശുക്രന്മാർ ആ 7-ൽ വരിക എന്ന് പറയുമ്പോൾ 2 ശത്രുഗ്രഹങ്ങളാണ്. അതുപോലെ 6-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അവസാനത്തെ പകുതിയൊക്കെ ആവുമ്പോൾ 7-ലേക്കൊക്കെ മാറുന്നുണ്ട്. അതുപോലെ ഈ കുജനും രവിയൊക്കെ 2-ലൊക്കെ ദൃഷ്ടി വരുന്ന സമയമാണ്. അതൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നതിലൊക്കെ ഒരു പ്രയാസം ചിലപ്പോൾ അനുഭവപ്പെടാം. അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം, തർക്കങ്ങൾ വരാം, ഈഗോ ഇഷ്യൂസ് വരാം. അപ്പോൾ കുറച്ച് വിട്ടുവീഴ്ചകൾ ദമ്പതിമാരുടെ ഭാഗത്ത് ആവശ്യമായിട്ടുള്ള സമയമാണ്. അതുപോലെ 7-ാം ഭാവത്തിലൊക്കെ ആ ശുക്രൻ ബലവാനായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ എതിർ ലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിലൊക്കെ ഒരു കെയർ വേണം. 7-ൽ ശുക്രൻ, 7-ൽ രവി. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് അപവാദങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ ചിലപ്പോൾ അത് പ്രേരിപ്പിക്കും. അതിന് ഒരു കെയർ വേണം. അതുപോലെ കുടുംബജീവിതം ചിന്തിപ്പിക്കുമ്പോൾ കുടുംബത്തിൽ പൊതുവെ ആദ്യമൊക്കെ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. വീട്, അതുപോലെ വാഹനം, ഇവയൊക്കെ വാങ്ങുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട്. അതൊക്കെ കുടുംബത്തിൽ സന്തോഷ അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കും. അതേസമയം 11-ാം തീയതിയൊക്കെ ആവുമ്പോൾ ആ 4 നിൽക്കുന്ന വേഴഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നു. അത് കുടുംബച്ചെലവ് കൂടുന്നതിനൊക്കെ വഴിതെളിക്കാം. അതുപോലെ കുടുംബ അംഗങ്ങൾക്കിടയിൽ തർക്കങ്ങൾ, തെറ്റിദ്ധാരണകൾ, അതുപോലെ ബന്ധുക്കളുമായിട്ട് അയൽവക്കക്കാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ നോക്കണം. കാരണം 2-ലേക്ക് ആ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, വക്രബുധൻ്റെ ദൃഷ്ടിയുണ്ട്, അതുപോലെ സൂര്യൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രകോപനപരമായിട്ടൊക്കെ കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ സംസാരിക്കുന്നത് ദോഷമുണ്ടാക്കും. അത് കുടുംബത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ അതിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം. നവംബർ 6, 7, 19, 20, 24, 25 ഈ തീയതികൾ, ഈ ദിവസങ്ങൾ പൊതുവെ അനുകൂല ദിവസങ്ങളല്ല മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങളോ മംഗളകർമ്മങ്ങൾ, അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇവയൊക്കെ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കുന്നതും ഒഴിവാക്കണം. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞത് മേടക്കൂറുകാരുടെയും മേട ലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ്. അപ്പോൾ അതേസമയം ഈ പൊതുഫലത്തിൽ ചില മാറ്റങ്ങൾ വരാം. ഇപ്പോൾ നടക്കുന്ന ദശ, അപകാരം, ഛിദ്രം ഇവയൊക്കെ ഈ പൊതുഫലത്തെ സ്വാധീനിക്കും. ഇപ്പോൾ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമോ ആണ് ഇപ്പോൾ നടക്കുന്നതെങ്കിൽ ഗുണാനുഭവം കൂടും, മറിച്ചായാൽ ഗുണാനുഭവം കുറയും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ
പറയാൻ കഴിയുകയുള്ളൂ. അതുപോലെ നമ്മൾ ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞത് മേടക്കൂറുകാരുടെയും മേടലഗ്നക്കാരുടെയും ഫലമാണ്. ഇപ്പം മേടക്കൂറിൽ എല്ലാവരും മേടലഗ്നക്കാരായിരിക്കില്ല. മേടക്കൂറിൽ ചിലർ മാത്രമേ മേടലഗ്നക്കാരായിട്ട് വരാറുള്ളൂ. അപ്പോൾ മേടക്കൂറും മേടലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല. അതേസമയം മേടക്കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് മറ്റു രാശികൾ ലഗ്നമായിട്ട് വരാം. അപ്പം മേട ലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശികൾ വരുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഫലത്തോടൊപ്പം അവരുടെ ലഗ്നം ഏതാണോ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെടുന്ന ഫലവും കൂടെ ഇതിനോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് ഈ നവംബർ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഇപ്പോൾ മറ്റ് നക്ഷത്രങ്ങളിൽ പെടുന്ന ആളുകളായിക്കോട്ടെ, അവർക്ക് മേടലഗ്നമാണ് വരുന്നതെങ്കിൽ അവരുടെ ആ കൂറിൻ്റെ ഫലത്തോടൊപ്പം ഈ ലഗ്നഫലവും കൂടെ അവരുടെ ആ കൂറിൻ്റെ ഫലത്തോടൊപ്പം കേൾക്കേണ്ടതായിട്ട് വരും. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത തരുന്നത് ലഗ്നഫലത്തിനാണ്. അതുകൊണ്ട് ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.